വിസ്മയാവഹമായിരുന്നു ക്യൂവിൽ നിന്ന് QR കോഡിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക ഇടപാടുകളുടെ പരിണാമം. ആ മാറ്റം നമുക്ക് സാധ്യമാക്കിയത് UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സംവിധാനം ഇന്ത്യയുടെ മുഖ്യ കറൻസിയായി മാറിക്കഴിഞ്ഞു എന്നതാണ്. പണവിനിമയങ്ങളെ, ബില്ലടവുകളെ ഒരു മെസ്സേജ് അയക്കുന്ന ലാഘവത്തോടെ ജനകീയവും അനായാസവുമാക്കി UPI. എന്നാൽ ഭാവിയിൽ UPI ഇടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് ചാർജ് ഈടാക്കാൻ വഴി തുറക്കുന്ന ഭേദഗതി അടങ്ങിയ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് വലിയ ആശങ്കകൾക്കിടയാക്കുന്നു. റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന രഘുറാം രാജനാണ് UPIയുടെ പൈലറ്റ് പദ്ധതിക്ക് തുടക്കമിട്ടത്. രാജ്യത്തെ പണമിടപാടുകളുടെ ഏകദേശം 40% നിലവിൽ ഡിജിറ്റലാണ്. ഇതിൽ 84% UPI വഴിയാണ്. അതിവേഗം കുതിക്കുന്ന ഈ ഡിജിറ്റൽ വിപ്ലവത്തെ ഒരു കാരണവശാലും പിന്നോട്ട് വലിക്കാൻ പാടില്ലാത്തതാണെങ്കിലും ബില്ല് ഉയർത്തുന്ന ആശങ്കകൾ ഗൗരവമുള്ളതാണ്. ബില്ല് പാസ്സായാൽ ഉടൻ ചാർജ് വരുമെന്ന് അർത്ഥമില്ല. സേവന നിരക്ക് ഈടാക്കാനുള്ള തീരുമാനം US താൽപര്യമെന്നാണ് പ്രതിപക്ഷ ആരോപണം. മാസ് കാർഡ്, വിസ, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ വഴി പണമടയ്ക്കുമ്പോൾ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന പേരിൽ വ്യാപാരികളിൽ നിന്ന് ചാർജ് ഈടാക്കുന്നുണ്ട്. ഇതേ സംവിധാനം UPI ഇടപാടുകളിലും കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ നിത്യജീവിതത്തിന്റെ സർവ്വവ്യാപിയായ UPI സാധാരണക്കാർക്ക് ബാധ്യതയാകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ ഒരു നിശ്ചിത തുക വരെ, ഉദാഹരണത്തിന് 2000 അല്ലെങ്കിൽ 5000 രൂപ വരെ സൗജന്യം, അത് കഴിഞ്ഞുള്ളതിന് പല സ്ലാബുകളായി നേരിയ നിരക്ക് എന്ന തരത്തിൽ നടപ്പാക്കാൻ ഇടയുണ്ട് എന്നാണ് വ്യവസായ വൃത്തങ്ങളുടെ അനുമാനം. UPI വ്യാപകമായ പശ്ചാത്തലത്തിൽ പണമിടപാട് സംവിധാനം പരിപാലിക്കാനെന്ന പേരിൽ ഉയർന്ന തുകയുടെ ഇടപാടുകൾക്ക് MDR ചുമത്തണമെന്ന UPI കമ്പനികളുടെയും ബാങ്കുകളുടെയും ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ എപ്പോഴും ജനപക്ഷത്ത് നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു പോന്നിരുന്നത്.